Hello students, welcome back to next session. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് പറയാൻ ശ്രമിക്കൂ എൻ്റെ കൂടെ. നമ്മൾ പറഞ്ഞത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്ന ഈവൻസ് ആണ്. ആ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്ന ഈവൻസ് ഏതൊക്കെയാണ്? പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ് അല്ലേ? അതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗാമറ്റോജെനസിസ് ആൻഡ് ഗമീറ്റ് ട്രാൻസ്ഫർ. അതായത് ഗാമറ്റ ഫോം ചെയ്യും, മെയിൽ ഗമീറ്റും ഫോം ചെയ്യും, ഫീമെയിൽ ഗമീറ്റും ഫോം ചെയ്യും. എന്നിട്ട് ഈ മെയിൽ ഗമീറ്റ് റീച്ചസ് ദി ഫീമെയിൽ ഗമീറ്റ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്തായിരിക്കും? നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. ദാറ്റ് ഈസ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമീറ്റ് ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. അതിന് നമ്മൾ മറ്റൊരു പേരും കൂടി പറയും, സിൻഗാമി എന്നുള്ളൊരു പേരും കൂടി പറയും നമ്മൾ. അതായത് സിൻ എന്ന് പറയുന്ന വാക്ക് അർത്ഥാക്കുന്നത് യുണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗാമി മീൻസ് ഗമീറ്റ്സ് യുണൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ വാട്ട് ഇസ് ഫെർട്ടിലൈസേഷൻ ഓർ സിൻഗാമി? ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമീറ്റ് ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ടു പ്രൊഡ്യൂസ് എ ഡിപ്ലോയിഡ് സൈഗോട്ട്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഹപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്തുകൊണ്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ഇനി അതിലൊരു എക്സെപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ചിലരുടെ കേസിൽ ഈ ഫീമെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗമീറ്റ്സ് ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യും? ദാറ്റ് ഫീമെയിൽ ഗമീറ്റ്സ് ഡയറക്ട്ലി അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് ഡയറക്ട്ലി ഫോംസ് എ ന്യൂ ഓർഗാനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതായത് ആ ഫീമെയിൽ ഗമീറ്റ് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ഫോം ചെയ്തുകൊണ്ട് അതൊരു ന്യൂ ഓഫ് സ്പ്രിങ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പാർത്തനോജെനസിസ്. അപ്പൊ ടെക്സ്റ്റിലായിട്ടുള്ള നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഹണി ബീസിന്റെ കേസ്, റോട്ടിഫേഴ്സ് എന്ന് പറയും. ഇൻവെർട്ടിബ്രേറ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് റോട്ടിഫേഴ്സ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ലിസാർഡ്സിന്റെ കേസ് പറയുന്നുണ്ട്, ടർക്കി ബേർഡ് ആണ്. അപ്പൊ ഇവരുടെയൊക്കെ കേസിൽ ഈ ഹപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ് ഡയറക്റ്റ് ആയിട്ട്, ഹപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗമീറ്റ് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറുന്നു? പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. പാർത്തനോജെനസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവരിൽ ചില ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഹണി ബീസിന്റെ കേസിൽ അത് വളരെ വ്യക്തമാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ബി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ള എക്സിൽ നിന്ന് അത് ആ എഗ് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ടാണ് ഫോം ചെയ്യുന്നത്? ഒരു പുതിയ ഓർഗാനിസം ഫോം ചെയ്യും. അത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ബി ആയിട്ടാണ് ഫോം ചെയ്യുക. ഡ്രോൺസ്, മെയിൽ വർക്കർ ബി എന്ന് പറയും. അങ്ങനെയുള്ള ഒരു കാറ്റഗറി അവിടെ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഇടയിലും എന്ത് വരുന്നുണ്ട്? പാർത്തനോജെനസിസ് വരുന്നുണ്ട്. അപ്പൊ വാട്ട് ഇസ് പാർത്തനോജെനസിസ്? ദ ഫീമെയിൽ ഗമീറ്റ് ഡയറക്ട്ലി ഫോംസ് എ ന്യൂ ഓർഗാനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഈ ഫെർട്ടിലൈസേഷൻ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും, രണ്ടാമത്തത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദി ബോഡി ഓഫ് ദി ഓർഗാനിസം. അതായത് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ആ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയുടെ പുറത്തേക്ക് റിലീസ് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ടാണ് ഫ്യൂഷൻ നടന്ന് ഈ പറയുന്ന പുതിയ ഓർഗാനിസം ഫോം ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുക. സിൻഗാമി ഒക്കേഴ്സ് ഇൻ ദി എക്സ്റ്റേണൽ മീഡിയം. ഈ പറയുന്ന അക്വാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങളിലാണ് അത് മെയിൻ ആയിട്ട് വരുന്നത്. പാൽഗേന്, ഫിഷസിന്റെ കേസിൽ, അതുമാതിരി തന്നെ ആംഫീബിയൻസ്, തവളയുടെ കേസിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് ആ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും എന്നുള്ളതാണ്. വാൽമാക്രികൾ ഉണ്ടാവും അല്ലെ? എന്നിട്ട് തവളയുടെ കേസിൽ ഒരുപാട് വാൽമാക്രികളെ കാണാം നമ്മൾക്ക്. ഈ ഫ്യൂഷൻ അവരുടെ ഫേവറബിൾ ആയിട്ടുള്ള സീസൺ വരുമ്പോൾ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്തിട്ട് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനിസങ്ങളുടെ കേസിൽ അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം, വാട്ട് ഈസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദി ബോഡി ഓഫ് ദി ഓർഗാനിസം. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസങ്ങളുടെ കേസിൽ അവരുടെ ആ ഒരു മെയിൽ ഗമീറ്റ് റിലീസ് ചെയ്യുന്നതും ഫീമെയിൽ ഗമീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്തിന് ഒരു ഏകീകരണം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. They show synchrony between the sexes and the release of gametes also എന്നുള്ളതാണ്. And they produce a large number of gametes എന്നുള്ളതും അവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ എക്സ്റ്റേണലി ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസങ്ങളുടെ കേസിൽ they show synchrony between the sexes
ആൻഡ് റിലീസ് ഓഫ് ഗമീറ്റ്സ്. അതായത് മെയിൽ ഗമീറ്റ് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെയായിരിക്കും ഫീമെയിൽ ഗമീറ്റും റിലീസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ രണ്ട് എക്സാമ്പിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദി ബോഡിയാണ് അതിന്റെ ഒരു ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഷോ സിങ്ക്രണി ഏകീകരണം അങ്ങനെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ഗമീറ്റ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് ഫീമെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫ്യൂഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ മെയിൽ ഗമീറ്റ് എപ്പോഴാണോ റിലീസ് ചെയ്യണേ അപ്പൊ തന്നെ ആയിരിക്കണം എന്തും റിലീസ് ചെയ്യപ്പെടേണ്ടത്, ഫീമെയിൽ ഗമീറ്റും റിലീസ് ചെയ്യപ്പെടേണ്ടത്. ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ മമ്മൂട്ടിയുടെ സിനിമയും റിലീസ് ചെയ്യും. ഒരു ഏകീകരണം ഉണ്ട് അവിടെ. ഇല്ലാന്നുണ്ടെങ്കിൽ മോഹൻലാലിന്റെ സിനിമ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ ഫാൻസ് ഒക്കെ ഭയങ്കര പ്രശ്നമാക്കും. അപ്പൊ എപ്പോഴും എന്താ വരാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ സിനിമയും ഒരുമിച്ച് റിലീസ് ആവുന്ന ഒരു കണ്ടീഷൻ അവിടെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എക്സ്റ്റേണലി ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസങ്ങളുടെ കേസിൽ ഒരു സിങ്ക്രണി ബിറ്റ്വീൻ ദി സെക്സസ് ആൻഡ് റിലീസ് ഓഫ് ഗമീറ്റ്സ് ആർ ദർ എന്നുള്ളതാണ്. ഇനി ലാർജ് നമ്പർ ഓഫ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ഫോം ചെയ്യണം. കാരണം ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന്. എന്താ? ദ ഓഫ്സ്പ്രിങ്സ് ആർ വൾണറബിൾ ടു പ്രിഡേറ്റേഴ്സ് അറ്റാക്ക്. പ്രിഡേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഫ്സ്പ്രിങ്സിനെ ഭക്ഷിക്കുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥമാണ്. അപ്പോ ഒരുപാടെണ്ണം ഉണ്ടായാലേ കുറെ എണ്ണത്തിനെ പ്രിഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്തു അല്ലെങ്കിൽ പല ഇതിനെയൊക്കെ വാൽമാക്രിയൊക്കെ തിന്നുന്ന ജന്തുക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ തിന്നാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തിന്നുമ്പോൾ ഒരുപാട് ഓഫ്സ്പ്രിങ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഓഫ്സ്പ്രിങ്സ് എന്ത് ചെയ്യുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്ത് പോവുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന്റെ? ഓഫ്സ്പ്രിങ്സ് ആർ എക്സ്ട്രീംലി വൾണറബിൾ ടു പ്രിഡേറ്റേഴ്സ് അറ്റാക്ക് എന്നുള്ളതാണ്. ത്രെറ്റനിങ് ദ സർവൈവൽ അപ് ടു അഡൾട്ട്ഹുഡ്. അതായത് ഓഫ്സ്പ്രിങ്സ് ആ ഒരു അഡൾട്ട് ആവുന്നത് വരെയുള്ള ഒരു സർവൈവൽ, ഒരു നിലനിൽപ്പിന് ഒരു ഭീഷണി തന്നെയാണ് പ്രിഡേറ്റേഴ്സിന്റെ അറ്റാക്ക് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഏതിന് വരുന്നുണ്ട്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന് വരുന്നുണ്ട്. ദാറ്റ് ഇസ് അബൌട്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇനി നെക്സ്റ്റ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആയിരുന്നല്ലോ. അപ്പൊ എന്താണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇല്ലേ? എന്താണത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ? Syngamy occurs inside the body of the organism. ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്യുന്നത്. That means syngamy occurs inside the body of the organism. ഇപ്പൊ മനുഷ്യന്റെ ഒക്കെ കേസിൽ സ്പേം ഉള്ളിലേക്ക് എത്തിയിട്ട് അണ്ടം എഗ് ഉണ്ടായിരിക്കും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ. ഉള്ളിൽ വെച്ചിട്ടാണ് ഇൻസൈഡ് ദി ബോഡി ഓഫ് ദി ഓർഗാനിസം ആയിട്ടാണ് എന്ത് വരുന്നത്? ഫ്യൂഷൻ വരുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ടെറസ്ട്രിയൽ ആയിട്ടുള്ള അധികവും ടെറസ്ട്രിയൽ ആയിട്ടുള്ള ലാൻഡിൽ കാണുന്ന ഓർഗാനിസംസ് എന്നുള്ള അർത്ഥമാണ് ഏത്? ടെറസ്ട്രിയൽ ഓർഗാനിസംസ്. ഫഞ്ചൈ, അതേമാതിരി തന്നെ അനിമൽസിന്റെ കാറ്റഗറി, പ്ലാന്റ്സിന്റെ കാറ്റഗറിയിലൊക്കെ തന്നെയും ഈ ഹ്യൂമൻ ബീയിങ്സിന്റെ കേസിൽ ഒക്കെയും ഈ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അപ്പോ ആ കേസില് ഈ കേസുകളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മൊട്ടൈൽ ആയിരിക്കും മെയിൽ ഗമീറ്റ്, ഫീമെയിൽ ഗമീറ്റ് എങ്ങനെയായിരിക്കും? നോൺ മൊട്ടൈൽ ആയിരിക്കും. അപ്പോ മൊട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗമീറ്റ് റീച്ചസ് ദി ഫീമെയിൽ ഗമീറ്റ്, നോൺ മൊട്ടൈൽ ആയിട്ടുള്ള ഫീമെയിൽ ഗമീറ്റിലേക്ക് എത്തി ഫ്യൂഷൻ പ്രോസസ്സ് നടക്കുന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പ്ലാന്റ്സിന്റെ കേസിൽ ഈ പറയുന്ന മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻ ആണ്. ആന്തറിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ പോളൻ ഗ്രെയിൻ എങ്ങനെയായിരിക്കും? നോൺ മൊട്ടൈൽ ആണ്. എഗ്ഗും നോൺ മൊട്ടൈൽ ആണ്. അപ്പൊ പോളൻ ഗ്രെയിൻ എങ്ങനെ എത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മാർഗമാണ് പോളിനേഷൻ. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ പതിച്ചിട്ട് ആ പോളൻ ഗ്രെയിൻ പോളൻ ട്യൂബ് ഫോം ചെയ്തിട്ട് ആ പോളൻ ട്യൂബിലേക്ക് മെയിൽ ഗമീറ്റ് ഡിസ്ചാർജ് ചെയ്ത് ഇതിലേക്ക് എത്തും, ഫീമെയിൽ ഗമീറ്റിലേക്ക് എത്തും. ഇനി മൊട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗമീറ്റ് ആവുമ്പോൾ ലാർജ് നമ്പർ ഓഫ് സ്പേംസ് അല്ലെങ്കിൽ മൊട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. എന്തുകൊണ്ടാണ്? ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട് അല്ലേ? ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടാണ് ഫീമെയിൽ ഗമീറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ദർ ഇസ് എ ചാൻസ് ഫോർ ദി ലോസ് ഓഫ് മെയിൽ ഗമീറ്റ്സ് ഡ്യൂറിങ് ദിസ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ്
motile male gametes are always produced എന്നുള്ളതാണ്. പക്ഷെ നമ്പർ ഓഫ് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെരി ലോ ആണ് നോൺ മോട്ടൈൽ ആയിട്ടുള്ള കേസിൽ. അത് സ്റ്റാറ്റിക് ആണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം വളരെ കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പം ദാറ്റ് ഇസ് അബൌട്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിന് ശേഷം നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ മെയിൽ ഗമീറ്റും ഫിമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ആണ്, അല്ലേ? സൈഗോട്ട് എന്താണ് വരുന്നത്? ഡിപ്ലോയിഡ് ആണ്. അത് ഒരു ഒറ്റ കോശമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് ഏത് ഫോം ചെയ്യുന്നത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമസോം നമ്പറിന്റെ കണ്ടീഷൻ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട്. ഈ സൈഗോട്ടിൽ നിന്നാണ് പിന്നീട് അടുത്ത ജനറേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ എൻവയറോൺമെന്റിനെയും സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഫഞ്ചയിലും ആൽഗയിലും ഒക്കെ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു തിക്ക് വാള് ഫോം ചെയ്തുകൊണ്ട് ഒരു ഔട്ടർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കവറിങ് ഫോം ചെയ്യും എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ഡാമേജ് ആയി പോവാതിരിക്കാൻ. റെസിസ്റ്റന്റ് ടു ഡെസിക്കേഷൻ ആൻഡ് ഡാമേജ് എന്നാണ് പറയുന്നത്. നാശം, അതായത് അതിന് ഡിസ്ട്രക്ഷൻ വരാതിരിക്കാനുള്ള ഡ്രൈ ആയി പോവാതിരിക്കാനും അതോടൊപ്പം തന്നെ ഡാമേജ് ഇല്ലാതിരിക്കാനും എന്നുള്ള ഒരു അർത്ഥമാണ് ഏതിന് പറയുന്നത്? റെസിസ്റ്റന്റ് ടു ഡെസിക്കേഷൻ ആൻഡ് ഡാമേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈഗോട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷൻ ഫോം ചെയ്യുക. അപ്പൊ ആ സൈഗോട്ട് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡില് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഔട്ടർ കവറിങ് ആയിട്ടുള്ള രീതിയിലാണ് ആ തിക്ക് ഔട്ടർ കവറിങ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലൈഫ് സൈക്കിൾ ഓഫ് ദി ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു സൈഗോട്ടിന്റെ ഡെവലപ്മെന്റിനെ. അപ്പോൾ ഇപ്പോൾ ഹപ്ലോണ്ടിക് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ വരുന്ന ഒരു കേസിൽ, അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലെ പറഞ്ഞു ഹപ്ലോയിഡ് ആയിട്ടുള്ള കണ്ടീഷനിലുള്ള ബോഡിയാണ് ഓർഗാനിസത്തിന് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സും ഹപ്ലോയിഡ് ആയിരിക്കും, അല്ലേ? ആ മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റ് ഹപ്ലോയിഡ് ആയിട്ടുള്ള കണ്ടീഷനിലുള്ളത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ സൈഗോട്ടിൽ മിയോസിസ് നടന്നിട്ടാണ് അതിൽ നിന്ന് ഹപ്ലോയിഡ് സ്പോർ ഉണ്ടായിട്ട് ആ ഹപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ഓർഗാനിസം ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള കണ്ടീഷനിലുള്ള പാരന്റ് ബോഡി ആണെന്നുണ്ടെങ്കിൽ ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് മിയോസിസ് നടന്നിട്ട് ഈ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിരിക്കും, അല്ലേ? ആ ഡിപ്ലോയിഡ് സൈഗോട്ട് സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ ഒക്കെ അണ്ടർഗോ ചെയ്തുകൊണ്ട് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറും. അപ്പൊ സൈഗോട്ടിൽ എങ്ങനെയാണ്, എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ലൈഫ് സൈക്കിൾ അനുസരിച്ചിട്ടായിരിക്കും. അതിന്റെ പാരന്റിന്റെ ബോഡിയുടെ ക്രോമസോം നമ്പർ കണ്ടീഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. എങ്ങനെയായി കഴിഞ്ഞാലും സൈഗോട്ടിൽ നിന്നാണ് നെക്സ്റ്റ് ഒരു ന്യൂ ജനറേഷൻ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈഗോട്ട് ഇസ് എ വൈറ്റൽ ലിങ്ക് ബിറ്റ്വീൻ ടു ജനറേഷൻസ് എന്നാണ് പറയുന്നത്. രണ്ട് ജനറേഷനെയും ലിങ്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വൈറ്റൽ ലിങ്ക് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. പാരന്റ് ജനറേഷനിൽ നിന്ന് പുതിയൊരു ജനറേഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതിലൂടെയാണ്? സൈഗോട്ടിലൂടെയാണ്. ഓക്കെ, ഇനി സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് നമ്മൾക്ക് ആനിമൽസിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അതായത് ബേസ്ഡ് ഓൺ ദി പ്ലേസ് ഓഫ് സൈഗോട്ട് ഡെവലപ്മെന്റ്. അതായത് സൈഗോട്ട് എവിടെ ഡെവലപ്പ് ചെയ്യുന്നു, ഔട്ട്സൈഡ് ദി ബോഡി ഓഫ് ദി ഓർഗാനിസം ആണോ ഇൻസൈഡ് ദി ബോഡി ഓഫ് ദി ഓർഗാനിസം ആണോ എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ആനിമൽസിനെ രണ്ട് തരത്തിൽ എന്ത് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യാം. അത് ഏതൊക്കെയാണ്? ഒവി പാരസ് ആൻഡ് വിവി പാരസ് എന്ന് പറയും. ഓക്കെ, ഈ ഒവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അനിമൽസ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ അൺഫെർട്ടിലൈസ്ഡ് ആവാം, എഗ്സ് ഫോം ചെയ്യും. ആ എഗ്സ് അവര് പുറത്തേക്ക് സേഫ് പ്ലേസിലേക്ക് അവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലേ ചെയ്യുന്ന ആ എഗ്സിന്റെ പുറത്ത് നല്ലൊരു ഹാർഡായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കാൽക്കേറിയസ് ആയിട്ടുള്ള ഒരു ഷെല്ലാൽ കവർ ചെയ്യപ്പെട്ടിട്ടാണ് ആ എഗ്ഗ് അവർ പുറത്തേക്ക് എന്ത് ചെയ്യിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിന്റെ പ്രത്യേകത അധികവും റെപ്റ്റൈൽസിലും ബേർഡ്സിലുമാണ് കൂടുതലായിട്ടും അങ്ങനെ മുട്ട പുറത്തേക്ക് ഇട്ടിട്ട് അത് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ട് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യിച്ച് അതിൽ നിന്ന് ആ മുട്ടയുടെ ഷെല്ല് പൊട്ടി പുതിയ ഓർഗാനിസം കോഴിക്കുഞ്ഞുങ്ങൾ വിരിയണം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിന്റെ ഡെവലപ്മെന്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പതുക്കെ ഇത് പൊട്ടി അതിൽ നിന്ന് ഒരു ചെറിയ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരും അല്ലെ. അപ്പോൾ ഈ സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും ഔട്ട്സൈഡ് ദി ബോഡി ഓഫ് ദി ഓർഗാനിസം ആണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ യങ് വൺസ് ആർ ഹാച്ചസ് ഔട്ട്, യങ് വൺസ് അതിൽ നിന്ന് ഹാച്ച് ഔട്ട് ചെയ്യാണ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോ ഇനീഷ്യൽ സ്റ്റേജസിൽ കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ആ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംരക്ഷണം അവിടെ കുറയാം. കാരണം മുട്ട പൊട്ടിപ്പോകുന്ന കണ്ടീഷൻ വരാം, ഈ മുട്ട ഏതെങ്കിലും ജന്തുക്കൾ തിന്നുന്ന കണ്ടീഷൻ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ കുറച്ചൊരു സേഫ്റ്റി കുറവുണ്ട് എന്നുള്ളതാണ് ഈ സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് ഔട്ട്സൈഡ് ദി ബോഡി ഓഫ് ദി ഓർഗാനിസം നടക്കുമ്പോൾ. പക്ഷെ വിവിപാരസിന്റെ കേസിൽ സൈഗോട്ട് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദി ഓർഗാനിസം. ഒരു വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. പ്രോപ്പർ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ന്യൂട്രീഷൻ ഇതൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന വിവിപാരസിന്റെ കേസിൽ കിട്ടും. എന്താണ് വിവിപാരസ് കണ്ടീഷൻ പറയുന്നത്? സൈഗോട്ട് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദി ബോഡി ഓഫ് ദി ഫീമെയിൽ പാരന്റ് എന്നുള്ളതാണ്. ആൻഡ് ദ യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദി ഫീമെയിൽ പാരന്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബോഡി എന്നുള്ളതാണ്. പ്രസവിക്കുക എന്നുള്ളതാണ്, കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്, ഡെലിവർ ചെയ്യപ്പെടുക പുറത്തേക്ക് എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ കേസിൽ തന്നെ നമ്മൾക്കറിയാം യൂട്രസിന്റെ ഉള്ളില് ഭ്രൂണം അതിന്റെ എല്ലാ തരത്തിലുള്ള അവയവങ്ങളും ഓർഗൻസും ഒക്കെ ഫോം ചെയ്ത് ഒരു കംപ്ലീറ്റ് ഓർഗാനിസം ആവുമ്പോഴാണ് 9 മാസം കഴിയുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പൂർണ്ണ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് അത്രയും പ്രൊട്ടക്ഷനോടുകൂടി കെയറോടുകൂടി ഉള്ള രീതിയിലാണ് അവരുടെ ആ ഒരു എക്സിസ്റ്റൻസ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വളർച്ച ഫീമെയിൽ പാരന്റിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളതാണ്. And because of proper care and protection, the chances of survival is more in the case of viviparous animals എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദി ഫെർട്ടിലൈസേഷന് ശേഷം നമ്മൾ എല്ലാ കേസിലുള്ള മാതിരി തന്നെ സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിൽ ചിത്രം കാണാം. സ്റ്റൈല, സ്റ്റിഗ്മ, ഓവറിയുടെ സ്ട്രക്ചർ കാണാം. ആ ഓവറിയുടെ ഉള്ളിലുള്ള ഓവ്യൂളിന്റെ ഉള്ളില് എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന സഞ്ചിയിലാണ് ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാവുക. ആ അതായത് പോളൻ ട്യൂബ് വഴി എത്തുന്ന മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്ത എംബ്രിയോ സാക്കിന്റെ ഉള്ളിലാണ് എംബ്രിയോ ഉണ്ടാവുക. അപ്പൊ ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ച് അങ്ങനെ വരുമ്പോഴത്തേക്കും പതുക്കെ ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറും, ഓവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചിനെ ഫ്ലവർ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സെപ്പൽസും പെറ്റൽസും ഒക്കെ ഫോൾ ഓഫ്, സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ഫോൾ ഓഫ്, കൊഴിഞ്ഞു പോകും. ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്, ഓവ്യൂൾ ഡെവലപ്സ് ഇൻ ടു സീഡ് എന്നുള്ളതാണ്. ഈ സീഡിന്റെ ഉള്ളിലായിരിക്കും, സീഡ് എൻക്ലോസസ് ദി എംബ്രിയോ ആൻഡ് ദി ഓവറി ഡെവലപ്സ് എ thick wall called fruit wall ആണ്. ആ thick fruit wall അല്ലെങ്കിൽ ആ thick wall എന്ന് പറയുന്ന പേരെന്താണ്? പെരികാർപ്പ്. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓവറി ഫോം ചെയ്യുന്ന ഫ്രൂട്ട് വാൾ, ഓവറി വാൾ എന്ന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരികാർപ്പ് എന്നാണ് എഴുതേണ്ടത്. ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് വിച്ച് ഡെവലപ്സ് എ thick wall called പെരികാർപ്പ്. അത് പ്രൊട്ടക്റ്റീവ് ആണ് അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. സീഡിന്റെ ഉള്ളിൽ എന്തും ഉണ്ടാവും? എംബ്രിയോ ഉണ്ടാവും. അപ്പോൾ ഇതാണ്. ഇനി അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ സെപ്പൽസ് ഫോളോ ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ചില കേസിൽ സെപ്പൽസ് ഫോളോ ഓഫ് ചെയ്യണം എന്നില്ല.
ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാലും ഫ്രൂട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാലും സെപ്പൽസ് ആ ഫ്രൂട്ടിന്റെ മുകളിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ മോസ്റ്റ് ഫെമിലിയർ കേസസ് നമുക്ക് വഴുതനങ്ങ, ബ്രിഞ്ചാള്, അതേമാതിരി തന്നെ പച്ചമുളകിന്റെ ഞെട്ടി നമ്മൾ അങ്ങനെ പൊളിച്ച് ഇങ്ങനെ അടർത്തി കളയും അല്ലേ, അത് അതിന്റെ സെപ്പലാണ്. ഇപ്പോൾ ഫ്രൂട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാലും ചില കേസുകളിൽ സെപ്പൽസ് ആ ഫ്രൂട്ടിനോട് കൂടെ ഉണ്ടായിട്ട് നിൽക്കും, പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് ആർ ദി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ എ ഫ്ലവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് after fertilization zygote develops into embryo, ovule develops into seed, and the seed encloses the embryo, ovary develops into fruit, and the fruit wall is called the pericarp. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. ഇനി എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ച് പഠിക്കുക, ചെറിയ നോട്ട്സ് ആക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ നോക്കുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ചാപ്റ്ററിന്റെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത സെഷനിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ.